എന്റെ അമ്മ പോലും പോക്കി അയ്യോ കേളാവാതിരിക്കാൻ ഒരു വഴിയുമില്ല കണ്ടോ. ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ടൂട്ടീൻ്റെ 6th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ്. ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പം കുറച്ചധികം ദിവസമായി. October 16th അവളുടെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നെങ്കിലും ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അടുത്ത വർഷത്തേക്കായി പോകും. അപ്പോൾ സംസാരിച്ച് ടൈം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ടൂട്ടീൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവളെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർ പിന്നെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവളെ എല്ലാ ബർത്ത്ഡേക്കും അമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ഡിസൈനൊക്കെ ചെയ്തിടണം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കണങ്ങണമെന്ന് പറയെങ്കിലും പിന്നെ പാവം ഉറക്കൊഴിച്ചിരുന്നിട്ട് പോലും ചെയ്തു തരാറുണ്ട്. ഈ പ്രാവശ്യം അവളെ ഡ്രസ്സ് ഞാൻ സിമ്പിൾ ആക്കാന്ന് വിചാരിച്ചു. മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കളർ എന്ന് വെച്ചാൽ ഓഫ് വൈറ്റ് ആയിരുന്നു. ഫാബ്രിക് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അമ്മയും ഞാനും കൂടെ ആയിരുന്നു. കോഴിക്കോട് പാളയം പരാഗ് കളക്ഷൻസ് എന്നായിരുന്നു ഞങ്ങൾ ഫാബ്രിക് എടുത്തത്. ഒരു ഓർഗാൻസ പോലെ തോന്നിക്കുന്ന ഒരു ഫാബ്രിക് ആയിരുന്നു എടുത്തത്. ഒരു പ്ലെയിൻ ഓഫ് വൈറ്റ് മെറ്റീരിയൽ എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഫാബ്രിക്കിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചേച്ചി എന്തോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൂട്ടീന്റെ ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ നല്ല വെൽ പ്ലാൻഡ് ആയിട്ടേ പോവാറുള്ളൂ. ഇതിപ്പോ ഞാൻ പിൻട്രസ്റ്റ് എന്നാണ് റെഫറൻസ് എടുത്തത്. അപ്പം അതിന്ന് കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ ചെയ്തത്. ചിലപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഡിസൈൻ ഞാൻ തന്നെ വരച്ച് കൊടുത്തിട്ട് അമ്മ അതുപോലെ തന്നെ ചെയ്തു തരാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് പിൻട്രസ്റ്റിൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഈ ഫാബ്രിക്കിന് മീറ്ററിന് വരുന്നതെന്ന് വെച്ചാൽ 200 സംതിങ് എങ്ങാനാണെന്നോ തോന്നുന്നത്. ഞങ്ങൾ ടോട്ടൽ 2.25 മീറ്റർ ആയിരുന്നു മേടിച്ചത്. അറൌണ്ട് 600 ആയിട്ടുണ്ട് ടോട്ടലിന്റെ ഡ്രസ്സ്. ഒരു പ്ലെയിൻ വൈറ്റ് ഫ്രോക്കിന്റെ മേലെ ഞാനിങ്ങനെ ഒരു വലിയൊരു ഫ്ലവർ വെച്ചിട്ട് അതിന്റെ മുകളിൽ ബീഡ്സ് ഇതുപോലെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്രാവശ്യം അവളെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു സിൽവർ ആൻഡ് ഓഫ് വൈറ്റ് തീമാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിൽവർ കളറുള്ള ബീഡ്സ് ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ കുറച്ച് വലിയ ബീഡ്സും പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബീഡ്സും മേടിച്ചു. അത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്തു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ആദ്യം ഇതുപോലെ കുറച്ച് പെറ്റൽ ഷേപ്പിൽ ഇതുപോലെ തുണി കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താണ്. ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഫ്രോക്കിന്റെ മേലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് തുണി പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പൊ ഡ്രസ്സ് റെഡി ആയത് ബർത്ത്ഡേന്റെ തലേദിവസം രാത്രിയായിരുന്നു. അപ്പൊ രാവിലെ സ്കൂളിൽ അവൾക്ക് അതന്നെ ഇട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇടിപ്പിച്ചാണ് വിട്ടത്. അപ്പോൾ അവൾ വൈകുന്നേരം വന്നിട്ട് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവൾ തന്നെ ഫ്രഷായി എന്തൊക്കെയോ മേക്കപ്പ് ഒക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അവളൊന്ന് റെഡി ആക്കിയിട്ട് വേണം ബർത്ത്ഡേ ഡെക്കറും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇവിടെ ശരിയാക്കണം. ഐബ്രോസൊക്കെ അങ്ങനെ ആക്കാനില്ല, അങ്ങനെ ശരിയാക്കാൻ. പിന്നെ എന്റെ മുടിയൊക്കെ നല്ലോണം ആക്കണം. നമ്മളെ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഈ കോസ്റ്റ്യൂം എന്റെ ബർത്ത്ഡേന് തന്നത് ഡ്രസ്. അയ്യോ എന്റെ ഡയമണ്ട് ഇപ്പൊ വീഴോ. അയ്യോ ഡയമണ്ട് ഒഴിക്കട്ടെ? വേണ്ട. അയ്യോ ഗായ്സ്, എനിക്ക് ഡയമണ്ട് ഇഷ്ടായിരുന്നു. എന്റെ അമ്മ പോലും പോക്കിയെടുത്ത്. ചോദിച്ചോണ്ട് ഹെയർ ഞാൻ ഹൈബണ് ചെയ്യാന്നല്ലേ വിചാരിക്കുന്നത്. ചുമ്മാ എനിക്ക് ചന്ദ്രന്മാരെ എനിക്ക് കേളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ചന്ദ്രന്റെ ഒരു ഇത് വേണം. എന്താ ചന്ദ്രന്റെ ഹെയർ കളറും വേണം. ഞാൻ പറഞ്ഞു അപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതായി ഒരു ഹെയർ ആക്സസറിയും കൂടെ വെക്കാം അല്ലേ? ഇതിങ്ങനെ
ഇങ്ങനെ ചാടി കളിക്കും. ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രം ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ചാടി കളിക്കാൻ നല്ല രസം. എന്റെ ഹെയർ നല്ല രസം. അപ്പൊ നമ്മള് ഡയമണ്ട് ഒക്കെ മേക്കപ്പ് ചെയ്യാലേ പറയാണ്ട്. ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു എക്സൈറ്റഡ് ആയിട്ടുണ്ട്. കാരണം ഇന്ന് ഫുൾ മേക്കപ്പ് ഇടാൻ പോവാ അല്ലേ? മേക്കപ്പ് ഇടാം. നല്ല ഭംഗി. അയ്യോ ഇത് സോഫ്റ്റ്. അയ്യോ ഇതെന്താ ചെയ്യുന്നത്? ഇത് എനിക്ക് ഇഷ്ടമായി. ഈ ഫ്ലേവർ നല്ല നൈറ്റാ. എനിക്ക് ക്ലീനോസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചാടി കളിക്കുന്ന നോസ. പക്ഷെ അത് ഇത്തിരിയുള്ള ചാടി കളിക്കും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഫ്ലേവർ ഇഷ്ടം. ഇനി ഞങ്ങള് ലിപ്സ്റ്റിക് ഇടാൻ പോവാണേ. ചൂച്ചുവിന് ഞാൻ നോർമലി ടിൻറ്റഡ് ലിപ് ബാം ആണ് യൂസ് ചെയ്യല്. പക്ഷെ ഇപ്പൊ ഞങ്ങളെ കയ്യിൽ അതില്ല, തീർന്നുപോയി അല്ലേ? അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതാണ് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചൂച്ചുന് ഏത് കളറാ ഇഷ്ടം ഇതിൻ്റെ അകത്ത് പറ. അമ്മയ്ക്കറിയാം. അമ്മയ്ക്കറിയാം നിനക്ക് അതേ ഇഷ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു പിങ്കും റെഡും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്താൽ ഒരു ഡാർക്ക് പിങ്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. മേക്കപ്പ് ചെയ്താൽ ഇവർക്ക് ഭയങ്കര സ്റ്റൈലാക്കല്ലോ അല്ലേ? നീ ഇതെടുത്തിട്ട് കുറച്ച് ബ്ലഷ് കൂടെ ഇടാം. ചുചുന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? എന്ത് ചെയ്യുന്നതാ ചുചുന് ഏറ്റവും ഇഷ്ടം? ലിപ്സ്റ്റിക് ആണോ ബ്ലഷ് ആണോ? അമ്മയ്ക്ക് അറിയാം ബ്ലഷ് ആണ്. ബ്ലഷും ലിപ്സ്റ്റിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതൊന്നും ഞാൻ എന്റെ അമ്മ നല്ല വൃത്തിയായിട്ട കോലും ചൂച്ചുമ്മ നല്ല സുന്ദരി മണിയും. അമ്മ നല്ല സുന്ദരിയാ. ഞാൻ ഇത്ര മേക്കപ്പേ ചെയ്യുന്നുള്ളൂ. പൊട്ട് അവൾ ഓൾറെഡി തൊട്ടുണ്ട്. അപ്പൊ ഞാൻ അത് മായിച്ചിട്ടില്ല. ആ പൊട്ട് കാണുന്നില്ല. ഒന്നുകൂടെ നമുക്ക് തൊടല്ലേ? ഐലൈനർ എടുത്തിട്ട് ഒരു പൊട്ടും തൊടുണ്ട്. നമ്മളെ ബാങ്ക്സ് ഇതാണ് അവളെ ഏറ്റവും വലിയ ശുന്യാക്കുന്നൊരു സാധനം. ഇപ്പഴാണ് എന്റെ ചൂച്ചമായത്. ഇനി കുറച്ച് സാധനം നമുക്ക് ഇവിടെ കേൾ ചെയ്തിടാം. ചൂച്ചമ്മന്റെ ഫേവറേറ്റ് സാധനം കേൾ ചെയ്ത്. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ കേൾ ചെയ്ത്. പക്ഷെ എനിക്ക് ഓവർ കേൾ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. കണ്ടതാ മുടി നല്ല രസമില്ല. കാരണം ഇപ്പൊ എനിക്ക് വേണിക്കുന്നുണ്ട്. അറിയില്ല മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ ചൂച്ചനെ എത്ര വേണിച്ചാലും അറിയില്ല. അതാണ് എന്റെ ചൂച്ചമ്മ. ഇതൊക്കെ വേണമല്ലോ. ഇത് കേളാവാതിരിക്കുക ഒരു വഴിയില്ല. ഒരു വഴി. അയ്യോ ഓവർ കേളായി. കാണും എല്ലാം കാണിച്ചു കൊടുക്കുക. ഈ കേളാണ് നല്ല കേൾ. ഇത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഹായ് ഗൈസ്. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതൊന്നും നീ പറയണ്ട. അത് അമ്മ പറഞ്ഞു. നീ അതൊന്നും പറയണ്ട. നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇഷ്ടായിരുന്നു മേക്കപ്പ്? ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങള് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ട? കേക്ക് കിട്ടിയില്ലേ? ടൂട്ടീൻ്റെ ഡ്രസ് മെറ്റീരിയൽ എടുക്കാൻ പുറത്തു പോയ ദിവസം ഞാൻ കുറച്ച് ഡെക്കർ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് മേടിച്ചതെന്ന് വെച്ചാൽ SM സ്ട്രീറ്റിൽ ഓയാസിസിൽ നിന്നാണ് മേടിച്ചത്. ടൂട്ടിക്ക് ഞാനൊരു ക്രൗൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ആദ്യം മേടിച്ചത് വേറൊരു ഷോപ്പിൽ നിന്നാണ്. പിന്നെ മേടിച്ചപ്പോൾ അതിലും നല്ലത് കണ്ടപ്പം അത് മേടിച്ചു. പക്ഷേ 2 എണ്ണത്തിനും 40 റുപ്പീസാണ് വരുന്നത്. അവർക്ക് ഞാൻ ഫുൾ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ക്രൗൺ ആയിരുന്നു മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ അങ്ങനത്തെ ഒരു ക്രൗൺ എനിക്ക് എവിടെയും കിട്ടിയില്ല. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്തിനാണ് ഇത്രയൊക്കെ റേറ്റ് കൊടുത്ത് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കണ്ട 2 ക്രൗൺസും മേടിച്ചു. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കലാപരിപാടി ചെയ്തിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച് ആ ഒരു ക്രൗൺ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേടിച്ചു പോകും. വീഡിയോ എടുക്കുന്നിടയിൽ റിംഗ് ലൈറ്റ് ഒന്ന് ചെറുതായി താഴെ വീണു. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പക്ഷെ പൊട്ടിയില്ല കേട്ടോ. നമ്മൾ ആ ക്രൗണിൽ DIY ചെയ്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരാം. അതിൻ്റെ മുകളിൽ ഓൾറെഡി ഒരു പിങ്ക് കളർ എന്തോ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അതെടുത്ത് പറിച്ച് കളഞ്ഞിട്ട് അവിടെ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് വേറെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് മേടിക്കാൻ കിട്ടും, ഡയമണ്ട്സ് പോലത്തെ, അതെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പം നമ്മളെ ക്രൗണിൻ്റെ ലുക്ക് ആകെ മാറി. ഒരു 40 റുപ്പീസിന് മേടിച്ച ഒരു ക്രൗണിൽ നിന്ന് നമ്മളൊരു 1000 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് ആ ക്രൗണിനെ കൊണ്ടുവന്നു. തള്ളൽ കുറച്ച് ഓവറായെങ്കിലും ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല. ബാക്ക് ഡ്രോപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ 2 കേർട്ടൻ്റെ ഇടയിൽ തന്നെ വന്ന് ചെയ്തത്. ഈ ഒരു ഫർ ക്ലോത്ത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നതാണ്. ഇത് ഞാൻ എജുമാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതിന് അന്ന് ഒരു 300 സംതിങ് എങ്ങാനും റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗാർലൻഡ് ഞാൻ ഓയാസിസ് തന്നെയാണ് മേടിച്ചത്. അതൊരു 3 പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരെണ്ണത്തിന് 50 സംതിങ്ങോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നത്. മേടിച്ചപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ നമ്മൾ കുറേ കാശ് കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ 1 ടൈം യൂസ് ആണല്ലേ. നമ്മൾ ഒരാവശ്യം കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് മൂലയ്ക്ക്. അതിലും നല്ലത് ഇതുപോലെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇത് മേടിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മേടിച്ചത് ഒരു ബർത്ത്ഡേ ബാനറും പിന്നെ കുറച്ച് ഓഫ് വൈറ്റ് കളറിലെ കുറച്ച് ബലൂൺസും മേടിച്ചു. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ഒരു കാൻഡിൽ മേടിച്ചു. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആക്ച്വലി വേണ്ടത് 6 നമ്പർ കാൻഡിലായിരുന്നു. പക്ഷെ അത് കിട്ടിയത് ഗോൾഡൻ കളറായിരുന്നു, സിൽവർ കളർ കിട്ടിയില്ല. 2-3 ഷോപ്പ് പോയപ്പോഴും അവിടെ ഒന്നും സിൽവർ കളർ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ തൽക്കാലം അത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. വലിയൊരു സംഭവമായിട്ടുള്ള ബർത്ത്ഡേ ഡെക്കറൊന്നും അല്ല കേട്ടോ. പക്ഷേ നേരിട്ട് കാണുമ്പോഴും പിന്നെ ഫോട്ടോസിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സാധനത്തിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കളറായിരുന്നേനെ. വേറെ ഒന്നുമില്ല, ഫെയറി ലൈറ്റ് ആണ് അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പം ബാനർ ഞാൻ ഇങ്ങനെ സെല്ലോ ടൈപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മൾ ബലൂൺ മേടിച്ചില്ലേ, അതിന് എന്ത് ചെയ്യും എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ കുറേ ബലൂൺ മേടിച്ച് വെറുതെ വേസ്റ്റ് ആക്കും. പിന്നെ അത് കുട്ടികൾക്ക് കളിക്കാൻ മാത്രമേ ആവശ്യം വരാറുള്ളൂ. ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ബലൂൺസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അത് ഞാൻ തന്നെ ഇങ്ങനെ വീർപ്പിച്ച് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ വിചാരിച്ചത്. വേറൊന്നുമല്ല, എനിക്ക് മടിയായിട്ടാണ്. അപ്പോൾ ഒരു 5-8 ബലൂൺസ് ഇങ്ങനെ വീർപ്പിച്ച് റാൻഡമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബാക്ക് ഡ്രോപ്പ് പരിപാടീസൊക്കെ സെറ്റായി. ഇനി വേണ്ടത് കേക്ക് ടേബിളാണ്. അതിന് ഇനി എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പം എനിക്കൊരു ഐഡിയ കിട്ടി. വലിയ ടേബിൾസ് ഉണ്ട് വീട്ടിൽ. പക്ഷേ വലിയ ടേബിൾ വെക്കുമ്പം നമ്മൾ അത്രയും സാധനങ്ങൾ ആ ടേബിളിൽ കുത്തി നിറച്ച് വെക്കേണ്ടി വരും. അപ്പം അത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു ടേബിൾ തൽക്കാലം മതി. പക്ഷേ അത്രയും ചെറിയ ടേബിളും സ്റ്റൂളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. അപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് പെയിൻറ്റ് ബക്കറ്റ് ഉണ്ട്. എന്നാൽ പിന്നെ പെയിൻറ്റ് ബക്കറ്റെങ്കിൽ പെയിൻറ്റ് ബക്കറ്റ്, നമുക്ക് കാര്യം നടന്നാൽ പോരെ. അല്ലെങ്കിലും വലിയ ഫംഗ്ഷനൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ കേക്ക് വെക്കാൻ വേണ്ടി മാത്രം പെട്ടെന്നൊരു ടേബിൾ സെറ്റ് ചെയ്തു. രണ്ട് പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലൊരു വൈറ്റ് തുണി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തു. ഇനി എൻ്റെ കയ്യിലൊരു വൈറ്റ് കേർട്ടനും കൂടെ ഉണ്ട്. അത് കുറച്ച് സീ ത്രൂ ആണ്. അത് അതിൻ്റെ മേലെ ഇട്ടാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ വൈറ്റ് തുണി ഇട്ടതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മേലെ ആ കേർട്ടനും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇത് തുണിയൊക്കെ പൊക്കി നോക്കിയാൽ മാത്രമേ ഇത് ബക്കറ്റാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ടേബിളും സെറ്റായിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാൻ മേടിച്ചത് വൈറ്റ് ബാഞ്ച് ആയിരുന്നു. അത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തു തരാൻ പറഞ്ഞത്. അത് റീഗൽ ബേക്സ് എന്നായിരുന്നു ഞാൻ മേടിച്ചത്. അങ്ങനെ കേക്കിൻ്റെ മുകളിലും ഞാൻ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട്. വേറൊന്നുമല്ല, അത് ഞാൻ പുറത്ത് പോയപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ലേസും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലേസ് ഇതുപോലെ ബോ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റാപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കാൻഡിലും കുത്തി കൊടുത്തു. പിന്നെ
ടൂട്ടീൻ്റെ ക്രൗണും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങൾ ടൂട്ടീനെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് എന്നെ ടൂട്ടി ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കുറച്ച് ടൈം കൊണ്ടാണ് ഞാനിതൊക്കെ റെഡിയാക്കിയത്. കേക്ക് പോലും ഞാൻ അതിൻ്റെ കുറച്ച് ടൈം മുമ്പേ ആണ് പോയിട്ട് മേടിച്ചത്. എന്തായാലും അവൾക്കെല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഡ്രസ്സായാലും ബർത്ത്ഡേ ഡെക്കറായാലും കേക്കായാലും. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. വേറെ ആരുമില്ല, ഞാനും അച്ഛനും അമ്മയും ഒവൈനും മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.